ആത്മീയ സജ്ജനങ്ങളെ ഏവർക്കും ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഒരു രാജസ്വലയായ കന്യകയുടെ ആദ്യത്തെ ധനുതിരുവാതിര വ്രതവും, അതിന് പൂത്തിരുവാതിര വ്രതം എന്ന് പറയും. വിവാഹിതയായ യുവതിയുടെ ആദ്യത്തെ ധനുമാസ തിരുവാതിര വ്രതവും, അത് പുത്തൻ തിരുവാതിര എന്ന് പറയും. ഒരു കാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു ആചാരമായിരുന്നു. മഹത്തായ ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹനീയത കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര വ്രതം. ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം കൈവരിക്കുന്നതിന് മഹിളകൾ ആചരിക്കുന്ന ഒരു വ്രതമാണ് ഇത്. യുവതികൾ മംഗല്യ സൗഭാഗ്യത്തിനു വേണ്ടിയും സുമംഗലികൾ ഭർത്താവിന് തന്നോടുള്ള അചഞ്ചലമായ സ്നേഹവും വിശ്വാസവും നിലനിൽക്കുന്നതിനും ഭർത്താക്കന്മാർക്ക് ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കുന്നതിനും വേണ്ടിയുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഈ വ്രതം അനുഷ്ഠിച്ചു വരുന്നത്. ഈ വർഷം 2 ദിവസം ധനുമാസത്തിൽ തിരുവാതിര വരുന്നുണ്ടെങ്കിലും രണ്ടാമത്തേതാണ് പിറന്നാളിന് എടുക്കുന്നത്. അന്നാണ് വ്രതവും എടുക്കേണ്ടത്. ഐതിഹ്യങ്ങളേറെ ഉണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിര നാൾ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനാളാണ്. മഹാദേവൻ്റെ ജന്മനാളിൽ ശ്രീ പാർവതി വ്രതം അനുഷ്ഠിക്കുക പതിവായിരുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ സ്ത്രീകളും തിരുവാതിര നാളിൽ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. ഇനി മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. പാർവതി ദേവിയുടെ ദാസിയായ സുന്ദരി എന്ന ഒരു യുവതി വേദികൻ എന്ന പേരുള്ള യുവാവിനെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിൽ പ്രവേശിക്കും മുമ്പ് വേദികൻ മരണപ്പെട്ടു. ഭർത്താവും ഒന്നിച്ചുള്ള വിവാഹ ജീവിത സ്വപ്നം കണ്ട സുന്ദരി എന്ന യുവതിയുടെ ഹൃദയഭേദകമായ നിലവിളി പാർവതി ദേവിയുടെ കാതുകളിലെത്തി. പാർവതി ദേവി പരമേശ്വരനോട് വേദികനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പരമേശ്വരന് ദേവിയുടെ അപേക്ഷ അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ പാർവതി ദേവി സുന്ദരിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഈറൻ വസ്ത്രങ്ങളോടെ മറ്റൊരാളെ സ്പർശിക്കാതെ വ്രതം ആരംഭിച്ചു. ഇത് മനസ്സിലാക്കിയ ശിവൻ വേദികനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ആ ദിവസം ധനുമാസത്തിലെ തിരുവാതിരയാണെന്നാണ് വിശ്വാസം. കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഗോപികമാർ കാർത്യായനി പൂജ നടത്തിയതും ശിവന്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ദഹിപ്പിച്ച ശേഷം കാമദേവന്റെ ഭാര്യയായ രതിദേവിക്ക് ഭർതൃസമാഗമം ഉണ്ടാകാൻ വരം നൽകിയതും തിരുവാതിര നാളിലായിരുന്നു എന്നും ഒരു വിശ്വാസം ഉണ്ട്. തിരുവാതിരയുടെ വ്രതാനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ 12 ദിവസം ഉണ്ടെങ്കിലും ഇന്ന് മകയിരം നാളിലും തിരുവാതിര നാളിലുമാണ് തിരുവാതിര വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിവരുന്നത്. തിരുവാതിരയ്ക്ക് ഒരാഴ്ച മുമ്പ് മുതൽക്ക് തന്നെ സുമംഗലികളായ സ്ത്രീകൾ പുലർച്ചയ്ക്ക് മുൻപേ ഉണർന്ന് എഴുന്നേറ്റ് സമീപത്തുള്ള കുളത്തിലോ തടാകത്തിലോ കൂട്ടം കൂട്ടമായി ചെന്ന് ഗാന ആലാപനങ്ങളോടെ വെള്ളത്തിൽ കുളിച്ച് പുലരുവോളം ജലക്രീഡ നടത്തുക പതിവായിരുന്നു. പ്രായവ്യത്യാസമില്ലാതെ പെൺകുട്ടികളും യുവതികളും മുത്തശ്ശിമാർ പോലും രാത്രിയുടെ 4 യാമത്തിൽ ഉറക്കമുണർന്ന് പോകുമായിരുന്നു. അശ്വതിയിൽ അശ്വം ഉണരും മുമ്പ്, അശ്വതി നാൾ അഹംസ് പകരുന്നതിനു മുമ്പ് അഗസ് സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് ഗ്രഹനാഥന് നന്മ വരാനാണ്. ഭരണി നാളിൽ ഭർത്താവ് ഉണരും മുൻപ്, അതായത് ഭരണി നാളിൽ വെള്ള ഉദിക്കുന്നതിന് മുൻപും സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് ബന്ധുമിത്രാദികൾക്ക് നന്മ വരാനാണ്. കാർത്തിക നാളിൽ കാക്ക കരയും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് മാതാപിതാക്കൾക്ക് നന്മ വരാനാണ്. രോഹിണി നാളിൽ രോമം കാണും, അതായത് കിളികൾ ചിലയ്ക്കും മുൻപ് എന്നും സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് സകല കുഞ്ഞുങ്ങൾക്കും നന്മ വരാനാണ്. മകയിര നാളിൽ മക്കൾ ഉണരും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് സന്താനങ്ങൾക്ക് നന്മ വരാനാണ്. തിരുവാതിര നാളിൽ ആദ്യ പുലർച്ചെ, അതായത് സരസ്വതി യാമത്തിൽ തുടക്കത്തിൽ സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവാകാൻ പോകുന്ന ആളിന് നന്മ വരാനാണ്. പുണർദം നാളിൽ പുലർക്കാലത്ത് മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നത് സഹോദരങ്ങൾക്ക് നന്മ വരാനാണ്. വെളുപ്പിന് തന്നെ ആർദ്ര സ്നാനം കഴിഞ്ഞിരിക്കണം. തിരുവാതിര വ്രതത്തിൻ്റെ മുഖ്യ ചടങ്ങുകൾ സ്നാനവും ധ്യാനവുമാണ്. ഉറക്കം ഒഴിച്ചുള്ള വ്രതാനുഷ്ഠാനമാണ് തിരുവാതിരയുടെ മറ്റൊരു പ്രധാന ഭാഗം. ഇനി എട്ടങ്ങാടി നിവേദ്യം. മകയിര നക്ഷത്രം സന്ധ്യയ്ക്ക് ലഭിക്കുന്ന സമയം നോക്കിയാണ് ചെയ്യേണ്ടത്. ഏതായാലും പുലർച്ചെ വരെ ഉള്ളതുകൊണ്ട് ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാണകം മെഴുകിയ തറയിൽ ഉമ്മി കൂട്ടി തീ കത്തിച്ച് കാച്ചിൽ, ചേമ്പ്, ചേന, കൂർക്ക, ചെറുകിഴങ്ങ്, നനക്കിഴങ്ങ്, ഏത്തക്കായ, മാറാമ്പ് എന്നിവ ചുട്ടെടുത്ത് അരിച്ചെടുക്കണം.
അതിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇവ ശർക്കരപ്പാവ് കാച്ചിയതിലേക്ക് ഇടണം. തേന്, നെയ്യ്, പഴം, നീലക്കരിമ്പ് തുടങ്ങിയ നാളികേരം അരിഞ്ഞെടുത്തതും ചോളം, മലർ, വൻപയർ, കടല ഇവ വറുത്ത് പൊടിച്ച പൊടികളും ചേർത്തിളക്കി തയ്യാറാക്കുന്നതാണ് എട്ടങ്ങാടി. ആ കാലങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഇതിന് വ്യത്യാസമുണ്ട്. ചാണകം മെഴുകിയ തറയിൽ വിളക്കിന് മുൻപ് 3 തൂശനിലകളിലായി എട്ടങ്ങാടി നിവേദിക്കുന്നത് ശിവനും ഗണപതിക്കും പാർവതിക്കുമെന്നാണ് സങ്കല്പം. എട്ടങ്ങാടിയോടൊപ്പം താമ്പൂലം, അടയ്ക്ക, കരിക്ക്, കായ, ഉപ്പേരി പ്രധാനമാണ്. സ്ത്രീകൾ പ്ലാവില കുത്തി കരിക്കിന് വെള്ളം തീർത്ഥമെടുത്ത് ശിവമന്ത്രത്താൽ പൂക്കൾ അർപ്പിച്ചാണ് പൂജ ചെയ്യുന്നത്. മകയിരനാളിൽ രാവിലെ തേച്ചു കുളിക്കുന്നത് ആചാരമുണ്ട്. ഉച്ചയ്ക്ക് 4 കൂട്ടി സദ്യ കഴിക്കാം. രാത്രി എട്ടങ്ങാടി നേദിക്കും. ഇത് കഴിക്കാം. അതോടൊപ്പം കരിക്കും പഴവും. തിരുവാതിര വ്രതത്തിൽ അരിയാഹാരം കഴിക്കാറില്ല. എന്നാൽ ചാമയരി കൊണ്ടുള്ള ചോറാകാം, അല്ലെങ്കിൽ ഗോതമ്പ് ചോറുണ്ണാം. ഇവ 4 കറികൾ സഹിതം ഭക്ഷിക്കണമെന്നാണ് നിയമം. തിരുവാതിര നാളിൽ കൂവ കുറുക്കിയത് ദേവിക്കും നേദിക്കും. അത് വ്രതക്കാർക്ക് കഴിക്കാം. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണം ക്രമീകരണം ചെയ്യണം. അരിയാഹാരം കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഗർഭിണികളും മുലയൂട്ടുന്നവരും പ്രമേഹ അസുഖമുള്ളവരും ഒക്കെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ഒക്കെ ലളിതമായ ഭക്ഷണമാണ് അവർക്ക് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി ദേവീദേവന്മാർക്ക് താമ്പൂലം, അടയ്ക്ക, ഇളനീര് ഇവ സമർപ്പിക്കും. തിരുവാതിരക്കളി ആരംഭിക്കും. ഗുരു, ഗണപതി, സരസ്വതി, സ്വയംവര സംബന്ധമായുള്ള ഗാനങ്ങളുള്ള തിരുവാതിരക്കളികളാണ്. സാധാരണ അർദ്ധരാത്രി വരെ ഇതുണ്ടാകും. തിരുവാതിര നക്ഷത്രം പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ അർദ്ധരാത്രിയോട് കൂടി പാതിരാപ്പൂ തേടൽ നടക്കും. ദശപുഷ്പം ചൂടി അഷ്ടമംഗല്യം, ചങ്ങലവട്ടം, ആർപ്പും കുരുവയും ഒക്കെയാണ് പാതിരാപ്പൂ തേടൽ നടത്തുന്നത്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വെറും ഓർമ്മകൾ മാത്രമാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ഇപ്പോൾ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ദശപുഷ്പങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ഇത് ചൂടുന്നത് നെടുമംഗല്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു. ദശപുഷ്പങ്ങൾ കറുക, അത് സൂര്യന്, വിഷ്ണുക്രാന്തി മഹാവിഷ്ണു, മുക്കുറ്റി പാർവതി, പൂവാങ്കുരുനില ബ്രഹ്മാവ്, നിലംബന ശിവൻ, കയ്യൂന്നി ലക്ഷ്മി, ഉഴിഞ്ഞ ഭൂമിദേവി, മുയൽ ചെവിയൻ കാമദേവൻ, ചെറുള യമരാജൻ, തിരുതാളി ശ്രീകൃഷ്ണൻ. തിരുവാതിരവ്രതം നോക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ പൂർണ്ണവ്രതം കിട്ടും. അപ്പോൾ ഈ കറുക ചൂടിയാൽ വ്യാധികൾ മാറും. വിഷ്ണുക്രാന്തി വിഷ്ണുവിൻ്റെ പദത്തിലെത്തും. മുക്കുറ്റി ചൂടിയാൽ 10 സൗഖ്യം. പൂവാങ്കുരുനില ചൂടിയാൽ ദാരിദ്ര്യ ദുഃഖം അകലും. നിലപ്പന ചൂടിയാൽ പാവങ്ങൾ കഴുകിക്കളയും. കയ്യൂന്നി ചൂടിയാൽ സൗന്ദര്യത്തിനുത്തമം. ഉഴിഞ്ഞ് ചൂടിയാൽ ബുദ്ധിമതിയാകും. ഒലിച്ചെവിയൻ ചൂടിയാൽ അഭീഷ്ടസിദ്ധി. ചെറുള ചൂടിയാൽ ദീർഘായുസ്. തിരുതാളി ചൂടിയാൽ നെടുമാംഗല്യം. യഥാർത്ഥത്തിൽ ദശപുഷ്പമാലയാണ് ധരിക്കേണ്ടത്. ഇപ്പോൾ അതൊന്നും കെട്ടാൻ അറിയുന്നവരില്ല. അങ്ങനെയാവണം ഇത് പൂവ് ചൂടലായത്. എന്തായാലും ഞാൻ കേട്ടിട്ടുള്ള മാല കെട്ടേണ്ട വിധം പറയാം. വാഴയില വാട്ടിയതിലാണ് കെട്ടേണ്ടത്. ആദ്യം കറുക, 3 നിഴ, രണ്ടാമത് കറുകയും ചെറുളയും കൂട്ടിപ്പിരിക്കണം. മൂന്നാമത് വിഷ്ണുക്രാന്തിയും പൂവാങ്കുരുനിലയും കൂട്ടിപ്പിരിക്കണം. നാലാമത്തെ മുക്കുറ്റിയും ഒരു ചെവിയനും. അഞ്ചാമത് കയ്യൂന്നി നിലപ്പന ചേർത്ത് കെട്ടുക. ആറാമത് ഉഴിഞ്ഞ തിരുതാളി കറുക 3 നിഴ ചേർന്ന് കെട്ടുക. ഏഴാമത് 3 നിഴ കറുക ചേർത്ത് പിരിക്കുക. നടുമുറ്റത്ത് ദീപം കൊളുത്തി വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൊടുവേലിപ്പൂവ് ചൂടുന്നതിനെയാണ് പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്നത്. തിരിയകത്തി എല്ലാവരും പാതിരാപ്പൂ ചൂടി ഇളനീര് കുടിച്ച് വെറ്റില മുറുക്കി പിന്നെ മംഗളം പാടി എല്ലാവരും പിരിയും. വീടെത്തി സ്നാനം കഴിഞ്ഞു വീണ്ടും ക്ഷേത്രത്തിൽ ആദ്യ പുലർച്ചെ ആർദ്രാദർശനം. തിങ്കളാഴ്ച പുലർച്ചെ 4 മണി മുതൽ ആർദ്രാദർശനം ആരംഭിക്കും. ധനുമാസ തിരുവാതിരയിലെ ഏറ്റവും പുണ്യമായ കാര്യമാണ് ആർദ്രദർശനം. സാധാരണ ആർദ്രദർശനം കഴിഞ്ഞാൽ വ്രതം അവസാനിക്കും. എങ്കിലും തിങ്കളാഴ്ച വൈകുന്നേരം സൂര്യാസ്തമനം വരെ ഉറങ്ങാതെ ശിവഭജനം നടത്തണം. നക്ഷത്രം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. മഹത്തായ ഭാരതീയ സമൂഹത്തിലെ കുടുംബ സംവിധാനങ്ങൾക്ക് ഉലച്ച് തട്ടിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് തിരുവാതിരയുടെ മഹത്വം മനസ്സിലാക്കി സന്തോഷകരമായ ഒരു കുടുംബജീവിതം, അതിലൂടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണവുമായ ഒരു ഒരു ഘടന ഉണ്ടാവാൻ ഇടവരട്ടെ. അതിനായി ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.